എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു ടെലിപ്പോർട്ടേഷൻ എഫക്റ്റ് ഉണ്ടാക്കുക ആഫ്റ്റർ എഫക്ട്സ് പഠിക്കാം. ഓക്കെ, നമുക്ക് വേണ്ടത് 2 ക്ലിപ്സ് ആണ്. ഒന്നിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതും 2 ഇതേപോലെ ചാടുന്നതും. കറക്റ്റ് ജമ്പ് ചെയ്യുന്ന ഭാഗത്ത് നിന്നും പുറകിലോട്ടുള്ള ഭാഗം കട്ട് ചെയ്യാം. എന്നിട്ട് മറ്റേത് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വീഡിയോ കിട്ടും. പിന്നെ നമുക്ക് സബ്ജക്റ്റ് റോട്ടോ ചെയ്തെടുക്കണം. അതിനായി റോട്ടോ ബ്രഷ് സെലക്ട് ചെയ്യാം. സബ്ജക്റ്റിൻ്റെ ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. മുകളിലത്തെ ക്ലിപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. റോട്ടോ ചെയ്യുമ്പോൾ FPS മിസ്മാച്ച് എന്ന് കാണിക്കുകയാണെങ്കിൽ അത് ശരിയാക്കാൻ ഒരു വഴിയുണ്ട്. ചെയ്ത എഫക്റ്റിനെ അൺഡു ചെയ്തിട്ട് മുകളിലത്തെ ക്ലിപ്പിനെ റീകമ്പോസ് ചെയ്യാം. എന്നിട്ട് ആ റീകമ്പോസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ക്ലിപ്പിനെ റോട്ടോ ചെയ്തെടുക്കാം. റോട്ടോ ചെയ്ത് മെയിൻ കോമ്പോയിൽ പോകുമ്പോൾ നമ്മൾ സബ്ജക്റ്റിന് ചെറിയൊരു മിസ്മാച്ച് കാണിക്കും. അത് ശരിയാക്കാൻ നമ്മൾ റോട്ടോ ചെയ്ത ക്ലിപ്പ് ഒരു ഫ്രെയിം ബാക്കിലോട്ട് എടുത്തിട്ടാൽ മതി. അപ്പോൾ പ്രശ്നമൊന്നും കാണില്ല, വീഡിയോ ശരിയാവും. എന്നിട്ട് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സ് പാനലിൽ പോയിട്ട് ഗ്ലോ എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് അത് ട്രാക്ക് ചെയ്ത് മുകളിലത്തെ ക്ലിപ്പിൽ ഇടാം. എന്നിട്ട് എൻ്റെ സെറ്റിങ്സ് കോപ്പി ചെയ്യുക. ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയിട്ട് ഈ ഫ്രെയിംസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടും. പിന്നെ നമുക്ക് ഷോക്ക് വേവ്, സ്മോക്ക്, സ്പാർക്ക് എന്നിങ്ങനെ 3 ഓവർലേസ് വേണം. കമൻറ്റ് ബോക്സിൽ പോയി ഓവർലേ എന്ന് കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ലിങ്ക് ഞാൻ DM ചെയ്യാം. എന്നിട്ട് ഷോക്ക് വേവ് ടൈം ലൈനിൽ ഡ്രാഗ് ചെയ്തിടുക. ലൈൻ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് പാനലിൽ പോയി S_Distort എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് ഏറ്റവും അടിയിലത്തെ കുക്കിൽ കൊണ്ടിടാം. ഷോക്ക് വേവിൻ്റെ ഇടയിൽ അത് വർക്കാവില്ല. എന്നിട്ട് മേഡ് ഫ്രം ലെയർ എന്നതിൽ ഷോക്ക് വേവ് സെലക്ട് ചെയ്യാം. എന്നിട്ട് എമൗണ്ട് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു എഫക്റ്റ് കിട്ടും. അതിൻ്റെ കുറച്ച് ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് മറ്റു ഓവർലേസുകൾ അതിന് ബന്ധപ്പെടാം. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ടൊരു ടെലിപ്പോർട്ടേഷൻ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിൾ അല്ലേ? ഫോളോ ചെയ്താൽ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ.